വേട്ടയാടുന്ന ഓർമ്മകൾ, ഓർമ്മകൾ തിരിച്ചു വരല്ലേ തിരിച്ച്. നിഴലുപോലും കൂടെയില്ലാതെ തനിച്ച് നിന്നല്ലേ തനിച്ച്. കരുണ കൊതിച്ച കുരുന്നു മനസ്സ് ഇരുമ്പുപോലെ മാറി. കരിമ്പുപോലെ മധുരിക്കില്ലടം വേടനെഴുതും വരി. ഞാൻ കുടിച്ച കഞ്ഞിയിലുപ്പ്, എൻ്റെ ഉടല് ചീന്തിയ വിയർപ്പ്. പകൽ മരിച്ച സൂര്യൻ രാത്രി നിലാവിലേക്കും ഉറപ്പ്. ഞാൻ ആദിമരത്തിൻ വേര്, ആഴക്കടലിൽ നീര്. തീക്കാറ്റു പടരുന്ന പോലുള്ള ഈ വരികൾ വേടനല്ലാതെ വേറെ ആരെഴുതും? അതെ, വാക്കുകളിൽ തീ പടർത്തുന്ന വേടൻ തിരിച്ചുപോയ വഴികളെല്ലാം ഓർമ്മകളാക്കി അത് വരിയായി എഴുതി പാടുമ്പോൾ അവിടെയാണ് ഒരു കലാകാരൻ്റെ പൂർണ്ണത. ചൂഷണ വ്യവസ്ഥിതിയുടെ ചരിത്രം ഒരു പ്രഹസനം പോലെ ആവർത്തിക്കുന്ന പുതിയ കാലത്ത് പ്രതിരോധത്തിൻ്റെ കടലിരിമ്പമാവുകയാണ് വേടൻ്റെ വരികളും വാക്കുകളും. അവൻ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൻ്റെ കഠിനതകൾ ഏറ്റുവാങ്ങിയവനാണ്. ഇന്ന് ആയിരക്കണക്കിന് യുവാക്കൾ വേടനെ നോക്കി സ്വപ്നം കാണുന്നു. ഓർമ്മകളിൽ കുടുങ്ങിയവർക്കും വേദനകളിൽ മുങ്ങിയവർക്കും വേടൻ ഒരു സന്ദേശമാണ്. വേടൻ്റെ ഓരോ വാക്കിലും ഉണ്ട് അവൻ അനുഭവിച്ച നഷ്ടങ്ങൾ. അവൻ പാടുമ്പോൾ അതൊരു ഗാനം മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ അനുഭവങ്ങളും പങ്കുവെക്കുന്ന നിമിഷം കൂടിയാണ്. വേടൻ എന്ന പേര് ഇന്ന് മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. ഉള്ളത് പറഞ്ഞാൽ ആർക്കും ആരെയും ഇഷ്ടപ്പെടില്ല. വേടൻ അവൻ ആർക്കും കാശ് കൊടുത്തല്ല ജനങ്ങളെ അവൻ്റെ മുന്നിൽ എത്തിക്കുന്നത്. ജനം ആണ് വേടനെ തിരക്കിപ്പോകുന്നത്. അവൻ പാടുന്ന പാട്ട്, അതിൻ്റെ അർത്ഥം, ആ സംഗീതം, അതാണ് ജനം ഇഷ്ടപ്പെടുന്നത്. അവൻ അവൻ്റെ കഴിവ് കൊണ്ട് പാടുന്നു. അത് നല്ലതായതുകൊണ്ട് ജനം ഏറ്റെടുക്കുന്നു. ഇനി അവൻ്റെ സമയമാണ്. ദൈവം അവൻ്റെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചു കൊടുത്തു. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മകൻ്റെ വളർച്ച, മരിച്ചുപോയ അവൻ്റെ അമ്മയുടെ ആത്മാവ് കണ്ട് സന്തോഷിക്കട്ടെ. വേടനും ഇല്ലേ അച്ഛനും സഹോദരങ്ങളും നല്ലൊരു കുടുംബവും? എന്തിനാ അവനെ ശല്യം ചെയ്യുന്നത്? അയാളെ ജനം ആണ് വേടൻ എന്ന് വിളിച്ചത്. ആ പേര് കുറച്ചിലായി എടുത്തില്ല. എന്തോ വിളിച്ചോ, ഞാൻ ഇനി മുന്നോട്ട് എന്നാണ് വേടൻ പറയുന്നത്. വേടനെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ 29 വയസ്സുള്ള ഒരു പയ്യൻ പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളെ മറികടന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചത് ഓർക്കുക. ഇങ്ങനെ വ്യവസ്ഥിതിയോട് കലഹിക്കുവാൻ ചങ്കുറപ്പുള്ള യുവത്വം ഇന്നിൻ്റെ ആവശ്യമാണ്. ആർക്കും അവനെ ഇനി തോൽപ്പിക്കാൻ പറ്റില്ല. അവൻ ഒന്ന് വീണാൽ തന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാനും കൂടെ നിൽക്കാനും അവനൊരു യുവതലമുറയെ തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഇനിയും കൂടുതൽ ആളുകൾ അവൻ്റെ പാട്ടു കേട്ട് ഉണരട്ടെ. തൊണ്ട പൊട്ടി പാടുന്നത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ള വേടൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയായി യുവതലമുറ മുന്നോട്ട് വരട്ടെ. അന്ധകാരങ്ങളിലൂടെ വെളിച്ചം തേടുന്ന യഥാർത്ഥമായ മനുഷ്യരെ ഇനിയും നമുക്ക് വേണം. വേടൻ്റെ പാട്ടുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.